ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് റൈസ് വൈനാണ്. അരിയും ഉണക്കമുന്തിരിങ്ങയും കൊണ്ടാണ് ഈ വൈൻ ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് 2 വൈൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. പഴം വൈനും പൈനാപ്പിളിൻ്റെ തൊലി കൊണ്ടുള്ള വൈനും. ഈ 2 വൈനും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഇനി നമുക്ക് ഈ റൈസ് വൈൻ ഉണ്ടാക്കാൻ തുടങ്ങാം. റൈസ് വൈന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വൈനിന് ആവശ്യമുള്ള കറുത്ത നിറമുള്ള ഉണക്കമുന്തിരിയും അരിയും നല്ലപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചതാണിത്. 1 കപ്പ് ബസ്മതി അരിയാണ്. ബസ്മതി അരിയോ അല്ലെങ്കിൽ നല്ലിനം പച്ചരിയോ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. 3/4 കപ്പ് ഉണക്കമുന്തിരിയാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ചസാര ഞാനിവിടെ 1.25 കിലോ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. വൈനിന് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർക്കാം. മധുരം കുറച്ച് മതിയെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് ചേർത്താൽ മതി. വൈനിന് ആവശ്യമുള്ള ഈസ്റ്റ് ആണിത്. ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഈസ്റ്റ് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. വൈന് ആവശ്യമുള്ള നാരങ്ങ നീരാണിത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. തിളപ്പിച്ചാറിയ വെള്ളമാണിത്. 3 ലിറ്റർ വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയതിന് ശേഷം മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇത് വൈനിടാനുള്ള കുപ്പിയാണ്. നമുക്ക് ഇതുപോലുള്ള കുപ്പിയോ ഭരണിയോ ഗ്ലാസിന്റെ ജാറോ ഒക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. വൈനിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. വൈനിടുന്ന കുപ്പിയും ഭരണിയും എല്ലാം നല്ല ക്ലീൻ ആയി കഴുകി ഉണക്കിയതായിരിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഉപ്പിലിട്ടതും അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുപ്പിയും ജാറും ഒന്നും വൈനിടാൻ ഉപയോഗിക്കരുത്. വൈൻ പെട്ടെന്ന് പുളിച്ച് കേടായൊക്കെ പോകും. ഇടുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കുപ്പി കുറച്ച് വലുതായിരിക്കണം. തീരെ ചെറിയ കുപ്പിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് വൈൻ പൊങ്ങി വരുമ്പോൾ അത് പുറത്തേക്ക് ചാടിപ്പോവും. ചിലപ്പോൾ കുപ്പി തന്നെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് വൈൻ ഇടാൻ തുടങ്ങാം. ആദ്യം നമുക്ക് കുപ്പിയിലേക്ക് അരി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉണക്കമുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചാറ്റിയ വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും ഭരണിയോ ഗ്ലാസ് ജാറിന്റെ 3/4 ഭാഗം മാത്രമേ വെള്ളം നിൽക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ വൈൻ ഇങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ പൊങ്ങി വരും. അപ്പൊ അത് പുറത്തേക്ക് പോകും. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വൈൻ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്പൂൺ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മരത്തിന്റെ തവിയോ സ്റ്റീലിന്റെ സ്പൂൺ മാത്രം ഇതിനായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അത് നല്ല വൃത്തിയുള്ള സ്പൂൺ മാത്രം ഇതിനെ ഉപയോഗിക്കണം. ഇനി ഒന്നുകൂടെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ജാറ് മൂടി വെക്കാം. ഇനി നമുക്ക് മൂടിയ ജാറിന്റെ പുറത്തേക്ക് ഇതുപോലുള്ള കട്ടിയുള്ള തുണിയോ അല്ലെങ്കിൽ ഒരു ടവലോ വിരിച്ചിട്ട് ഒരു ചരട് കൊണ്ട് കെട്ടി മാറ്റി വെക്കണം. ഇനി ഈ ജാർ നമുക്ക് തുറന്ന് എല്ലാ ദിവസവും ഒരു മരത്തവി കൊണ്ട് ഇളക്കി വീണ്ടും മൂടിക്കെട്ടി വെക്കണം. ഇനി 21 ദിവസം നമ്മൾ ഇതേപോലെ എല്ലാ ദിവസവും മറക്കാതെ ഇളക്കി കൊടുക്കണം. ഈ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ മുന്തിരിയൊക്കെ നന്നായിട്ട് വീർത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണാം. അത് കാണാൻ തന്നെ നല്ല രസമാണ്. വീണ്ടും നമുക്കിത് മൂടിക്കെട്ടി വെക്കണം. ഇപ്പോൾ വൈൻ കെട്ടിവെച്ചിട്ട് 21 ദിവസം കഴിഞ്ഞ് നമുക്ക് തുറന്ന് വൈൻ അരിക്കാനായിട്ട് ഒരു സ്റ്റീലിന്റെയോ ഒരു ഗ്ലാസിന്റെയോ ബൗൾ എടുത്ത് അതിന്റെ പുറത്തേക്ക് ഇതുപോലുള്ളൊരു അരിപ്പ് വെച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ വൈൻ ഒഴിച്ച് അരിച്ചെടുക്കണം. അരിച്ചു മാറ്റിയെടുത്ത അരിയും മുന്തിരിയും എല്ലാം നമുക്ക് മാറ്റിക്കളയാം. ഇപ്പോൾ മധുരം ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരിച്ചെടുത്ത വൈൻ നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. നമ്മൾ വൈൻ ഒഴിച്ചു വെക്കുന്ന കുപ്പിയും
നല്ല കഴുകി ഉണക്കിയ കുപ്പിയായിരിക്കണം. വൈൻ കുപ്പിയിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈൻ എപ്പോഴും കുപ്പിയുടെ ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചാൽ മതി. വൈൻ കുപ്പി നിറച്ച് ഒഴിച്ചു വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ വൈൻ പുറത്തേക്ക് ചാടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് കുപ്പി മൂടി വെക്കാം. ബാക്കിയുള്ള വൈന് നമുക്ക് കുപ്പികളിലാക്കി വെക്കാം. ഇപ്പോൾ നമ്മൾ വൈനെല്ലാം കുപ്പിയിലേക്ക് ഒഴിച്ചു മാറ്റി. ഈ വൈനിന് നമ്മൾ 10 ദിവസം അനക്കാതെ മാറ്റി വെക്കാം. 10 ദിവസം കഴിയുമ്പോൾ നല്ല തെളിഞ്ഞിരിക്കും വൈൻ. അതിന്റെ മട്ടെല്ലാം താഴെ വന്ന് അടിഞ്ഞിരിക്കും. ഇപ്പോൾ നമ്മുടെ വൈൻ കുപ്പിയിലാക്കി വെച്ചിട്ട് ഒരു 10 ദിവസം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വൈൻ നന്നായിട്ട് തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിക്കാം. അവിടെ വൈൻ ഒന്ന് ടേസ്റ്റ് ചെയ്യും. എങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേ ആ റോസ് വൈൻ്റെ അതേ കളറും നല്ല മധുരമെല്ലാം നല്ല പെർഫെക്റ്റ് ആണ്. അടിപൊളിയാണ്. സൂപ്പർ. കൊറേ ഇങ്ങോട്ട് പോരട്ടെ, വേറൊരു ഗ്ലാസും കൂടി. ക്രിസ്മസ് വരെ ഇരിക്കും ഇത്. കൊള്ളാം കൊള്ളാം. മതി മതി മതി, ക്രിസ്മസ് വരെ ഇരിക്കൂല അല്ലെങ്കിൽ. ഇനി നമുക്ക് ഈ വൈനൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നല്ല ലൈറ്റ് പിങ്ക് കളറുള്ള വൈനാണിത്. നല്ലൊരു ഭംഗിയുള്ള കളറാണ് ഇതിന്. പിന്നെ റൈസ് വൈൻ്റെ കളറ് നമ്മൾ ഉപയോഗിക്കുന്ന റേസിൻസിന്റെ കളർ പോലെ ഇരിക്കും. ചില റേസിൻസിന് നല്ല കളർ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നല്ല പിങ്ക് കളറുള്ള വൈൻ കിട്ടും. ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ചെയ്താൽ നല്ല കിടിലൻ റൈസ് വൈൻ നമുക്ക് റെഡിയാക്കി എടുക്കാം. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും വളരെ കുറച്ച് ദിവസം കൊണ്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വൈനാണിത്. ഈ വൈൻ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് പുറത്ത് സൂക്ഷിക്കാം. കേടാകുകയൊന്നുമില്ല. ഈ വീഡിയോയിൽ കാണുന്ന ചെറിയ ഗ്ലാസ്സിലെ മഞ്ഞ കളറിലുള്ള വൈൻ ഞാൻ പൈനാപ്പിളിന്റെ തൊലി കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ വൈനാണിത്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഇരിപ്പുണ്ട്. അത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. പൈനാപ്പിൾ പീൽ വൈൻ്റെയും ബനാന വൈൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് നിങ്ങൾ കണ്ടു നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. ഈ റൈസ് വൈൻ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. കമന്റ് ഇടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ക്രിസ്മസ് റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.